ഹലോ ഫ്രണ്ട്സ്, പെരിസ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെ ഇല്ലയെന്നറിയോ? നമ്മൾ കാതർക്കാൻ്റെ അടുത്തുള്ളത്. കാതർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാടാണ്. ആലുവ. ഞാൻ ചാവക്കാട് ഇഷാമിനെയും കൂട്ടിയിട്ട് വരുന്നത്, അതാണ് പിന്നെ പെട്ടെന്ന് മാറിപ്പോയത്. അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫീമെയിൽ ഓസ്ട്രിച്ച് ഉണ്ടെന്ന് കാതർക്ക എനിക്കൊന്നൊരു 3-4 മാസമായി തോന്നല്ലേ വിളിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ പിന്നെ ഒന്ന് കണ്ട് നോക്കി നമുക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആവുമോ നോക്കാൻ വേണ്ടിയിട്ട് കാതർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഓസ്ട്രിച്ചിനെ കണ്ട് ഇവിടെ 3 ഉണ്ട്, 4 ഉണ്ടായിരുന്നല്ലേ, 1 ചത്തുപോയി അല്ലേ? ഓക്കെ, അപ്പോൾ 2 ഫീമെയിലും 1 മെയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫീമെയിലിനെ എന്തായാലും നമുക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആളെ കാണണ്ടേ, ഭയങ്കര അഗ്രസീവ് ആണ്, മൂപ്പർക്ക് അടിച്ച് തലയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, വാ. എന്തൊക്കെയോ ജീവികളുണ്ട് കേട്ടോ, ഒരുപാട് ജീവികളുണ്ട്. നമുക്കിപ്പോൾ പിന്നെ ജസ്റ്റ് ഇത് കണ്ടിട്ട് പോവാം. ഒന്ന് കയറട്ടെ കാതർക്ക? ഇതണ്ടാ ഒരുപാട് ആട്ടിൻ്റെ കുട്ടികൾ. ഞാനിത് കണ്ടപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ച് പിന്നെ മെക്കോ അല്ല എന്താ പറയുക ഓസ്ട്രിച്ച് മാത്രമേ ഉണ്ടാവും എന്നാണ്. പക്ഷെ ഒരുപാട് ജീവികളുണ്ട്. എന്താ ആടിൻ്റെ കുറേ കുട്ടികളും. സത്യം പറഞ്ഞാൽ നമ്മളെ പോലത്തെ വലിയ ഭ്രാന്തനാണ് കേട്ടോ. പല രീതിയിൽ. ഇതെല്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ടാന്ന് ആടിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. എല്ലാം നാടനാണല്ലേ? ഓക്കെ, എല്ലാത്തിനും തുറന്നു വിടോ? ഇവിടെ തന്നെ അല്ലേ? ഓക്കെ, എന്താ ചെറിയ ചെറിയ അച്ചടാ. എല്ലാവരും പുതിയ ആളെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയെന്ന് കേട്ടാ. നമ്മൾ സാധാരണ പരിചയമില്ലാത്ത ആൾ കൂട്ടിക്കയറിയിട്ട്. അപ്പോൾ നമുക്കിതാ നമ്മൾ മെയിൽ ഓസ്ട്രിച്ച് ഇവിടെ നിൽക്കുന്നു. ഇവർ ഈ വലിയ പറമ്പിൽ ഇങ്ങനെ തുറന്ന് അയച്ചു വിട്ടിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ആൾ നോക്കുന്നുണ്ട്, എന്തോ പന്തികേട് തോന്നിയിട്ടുണ്ട് മൂപ്പർക്ക് അല്ലേ? ഓക്കെ, നമുക്കിങ്ങനെ അടുത്ത് പോവാം. 2 ഫീമെയിലുണ്ട്. ഫീമെയിൽ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഷാമിൻ്റെ വീട്ടിൽ മുന്തിരിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിപ്പോയി. പിന്നെ ഓടി എന്താ പറയുക, നോമ്പുരിക്കുന്നതിന് മുന്നേ ഇവിടെ എത്താനുള്ള ഓട്ടത്തിലായിരുന്നു. നമ്മുടെ ഇഷാമുണ്ടേ. ഇഷാമേ, ഇത് നമ്മുടെ പിന്നെ കാതർക്കാൻ്റെ മോന് സനൂപ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ കുറേ സമയം ഇവിടുന്ന് ഇങ്ങനെ നോക്കി നടക്കുന്നെല്ലാം കൂടെ. അപ്പോൾ വാ, നമുക്ക് ഫീമെയിൽ ഓസ്ട്രിച്ചിനെ കാണാം. മോളെ പേരെന്താണ്? നൈല. ഓക്കെ, എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 7th അല്ലേ? വീഡിയോ ആണെന്താ? ഓക്കെ, മെയിലിനെ നമ്മളിപ്പോൾ കാണിച്ച് ഫീമെയിലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അത്യാവശ്യം മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതേണ്ട ഫുള്ള് പ്രകൃതി രമണീയമായ സ്ഥലം. അതാ മാങ്ങ അവിടെ അതാ. എന്നാൽ ഇഷാമ അതിൻ്റെ അടുത്തല്ലേ മറ്റേ മുന്തിരി പിടിക്കാൻ പറ്റിയിട്ടല്ല. ഈ ഓസ്ട്രിച്ച് തന്നെയാണ് മുന്നേ ഒരിക്കൽ റോട്ടിലിറങ്ങിയിട്ട് മുന്നേ റോട്ടിലിറങ്ങിയിട്ടുള്ള വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? ആ ഓസ്ട്രിച്ച് വന്നിട്ടത് ഇതാണ് ഫീമെയിൽ. നമ്മളെ കാണാൻ പരിചയമില്ലല്ലോ, ഓടിപ്പോകുന്നു. അതൊരു ഫീമെയിൽ. അതിനേക്കാളും നല്ല സൈസുള്ളൊരു ഫീമെയിലും കൂടിയുണ്ട്. ഇതൊന്ന് കാണിച്ചേ. ഇതാ അവിടെ ഉണ്ടല്ലേ? ഓക്കെ, ഇതൊരു ഫീമെയിൽ കേട്ടോ. ഫീമെയിൽ ഓസ്ട്രിച്ചിന് ശരിക്കും മെയിലിന് ഫീമെയിലിന് കറക്റ്റ് മനസ്സിലാവും. അതറിയില്ലേ? ഫീമെയിൽ ഈ ഗ്രേ കളറായിരിക്കും, മെയിൽ ഇതുപോലെ ഫുൾ ബ്ലാക്ക് കളറായിരിക്കും. അതുകൊണ്ട് വലുതായ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ചെറുപ്പത്തിൽ മനസ്സിലാവില്ല കേട്ടോ, ചെറുപ്പത്തിൽ എല്ലാം സെയിം കളറായിരിക്കും. ഓക്കെ, അതാ മറ്റേ ഫീമെയിൽ. അതാ ഇതാടെ 2 ആളെ ഒരുമിച്ച് നിൽക്കുന്ന കാണിച്ചേ. ഇതാ മെയിൽ ഫീമെയിൽ. ഇതാ പൊളിയല്ലേ? അതാ രസം ഇങ്ങനെ ഓപ്പണായിട്ട് കാണാൻ. നമ്മളവിടെ എന്തായാലും ഈ സൗകര്യം ഇല്ല കേട്ടോ നടക്കാൻ. അതാ മറ്റേ ഫീമെയിലിൻ്റെ അടുത്തേക്ക് പോലെ വാ. ഇതാ ഇത്രോ ഇതാ പേടിയാന്ന് അടുത്ത് പോവാൻ. അല്ല, കാരണം ഓരോരെണ്ണത്തിൻ്റെ ഓരോ സ്വഭാവമായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റെ തന്നെ എനിക്കറിയാം, പെട്ടെന്ന് മെൻ്റലാണ്, പെട്ടെന്ന് മാറും.
ആ അപ്പോൾ ഇതാ ഫീമെയിൽ. കാതർക്ക് നമുക്ക് ഈ ഫീമെയിലിന് എടുത്താലോ? ഇതാണ് എനിക്ക് ഒന്നും കൂടി നല്ല ഹെവി ആയിട്ട് തോന്നിയത്. ആ പക്ഷെ അതിൻ്റെ കൂടുന്ന എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു വലുതല്ലേ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇതിനെ കയറ്റാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണെന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് നമ്മളിവിടെ വന്നിട്ട് കാതർക്കാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഓക്കെ കാതർക്ക, എല്ലാവരോടും പിന്നെ ഹായ് പറഞ്ഞ്. നമ്മുടെ പിന്നെ വ്യൂസ് സ്ഥിരം കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും, നിങ്ങൾ അയൽവാസികളിലും ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ഇതുണ്ടാ നോമ്പ് മുറിൻ്റെ സമയമായപ്പോൾ കറക്റ്റ് കാതർക്ക നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ നമുക്ക് നല്ല വിഭവസമൃദ്ധമായ നോമ്പ് തുറ ഒരുക്കി തന്നിട്ടോ, നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓസ്ട്രിച്ചിനെ കണ്ടില്ലേ? ഓസ്ട്രിച്ചിന് ഇതാ നമ്മൾ ഉമ്മ കുൽസൂന് ഒരു തുണ. എടാ നിനക്ക് പെണ്ണ് വരുന്നുണ്ട് കേട്ടാ കുറേ കാലത്തിന് ശേഷം. അതേപോലെ നമ്മളെ മെയിലിനേക്കാൾ ഉമ്മ കുൽസിനേക്കാൾ സൈസ് ഉണ്ടെന്ന് തോന്നിട്ട് ഇപ്പോൾ അടുത്ത് നമ്മൾ നോക്കി വെച്ച ഫീമെയിൽ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന് കയറ്റുന്നതും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ നമുക്ക് ഓസ്ട്രിച്ചിൻ്റെ പിന്നെ കൂട് നമുക്കൊന്നും കൂടി വലുതാക്കാനുള്ള സൗകര്യമുണ്ട്. വേണമെങ്കിൽ ബാക്ക് വരെ നമുക്ക് നീട്ടാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സൂലെല്ലാം കാണുന്ന പോലെ അങ്ങ് കാണേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നതുകൊണ്ടാണ് നമ്മൾ വലുതാക്കാത്ത. അഥവാ ഇനിയിപ്പോൾ അവർക്ക് രണ്ടാളെയും കൂടി ഇട്ടിട്ട് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അന്നേരം നമുക്ക് നോക്കിയിട്ട് വലുതാക്കാം. അതേപോലെ നമ്മുടെ ജോട്ട ഈ കൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് റെഡി വരുന്നുണ്ട്. അതുപോലെ പേരെല്ലാം വിളിച്ചാൽ വരുവേ. ജോട്ടാ വാടാ. ആ ഏതാ ലുക്ക് നോക്കിയേ. ബാ ജോട്ട ബേബി, ബാ മുത്തേ. ആ പറയുമ്പോഴേക്കും ഉണ്ടാ. ബാ 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 ബാ. ആ ഞാൻ വിചാരിച്ച് പറയിപ്പിക്കും. ഗുഡ് ബൈ. അതേപോലെ പിന്നെ ഓറിയോനെ രണ്ടാമതും മേറ്റ് ചെയ്യിക്കാൻ കൊണ്ടുപോയി. മേറ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയറ് പിന്നെ വണ്ടിയിലെല്ലാം സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ മേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ തൃശ്ശൂരിലുള്ള ഒരു കുതിരയായിട്ടാണ് മേറ്റ് ചെയ്തിട്ട്. അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള കുതിരയാണ്. അപ്പോൾ നമ്മളായിട്ട് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് ചെറിയ ക്ലിപ്പുകളെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ മേറ്റിങ്ങിൻ്റെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതല്ലോ അല്ലേ. അപ്പോൾ ഓറിയോ വീണ്ടും അമ്മയാവാൻ പോകുന്നു. ഡാ ഡാ ആ ആ ആ വാലെന്ത് ഇങ്ങനെയെന്നറിയാം. വാല് നമ്മൾ ജോട്ടൊക്കെ അടിച്ച് മുറിച്ച് ഇങ്ങനെ ആക്കി തന്നിട്ടാ. രണ്ടാളത്തും വാല്, ഇവൻ്റെ വാല് അവനെ മുറിച്ച് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ട് വാല് മുറിച്ച് കളിച്ചതാണ് അല്ലേ. ഓക്കെ റെസ്റ്റ് എടുത്തോ. അടുക്കട ഒന്നുമില്ല, ഫുഡൊന്നുമില്ല. ഓക്കേ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പെരുന്നാൾ ആശംസകൾ പറഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകളെ. ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ലേറ്റ് ആയിപ്പോയി അല്ലേ? അല്ല ആദ്യം ഒരു ദിവസം ഡിലേ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പെരിസ്റ്റേഷൻ കാഴ്ചകളും കൂടി കാണാം. നമുക്ക് കുറേ നാളായില്ലേ നമ്മുടെ പിന്നെ പാക്മാന് ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ട് അത് ഒന്ന് കാണിക്കാം. അതുപോലെ ഒന്ന് രണ്ട് കാഴ്ചകളും കൂടി കാണാം. പിന്നെ നമ്മൾ സ്ക്വിരലിന് എന്തായി നോക്കണം. നമ്മൾ സ്ക്വിരലിൻ്റെ കുട്ടീനെ എന്തായി എന്നുള്ളതും ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സ്ക്വിരലിൻ്റെ കുട്ടിൻ്റെ. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടാ ഇതാരാന്നറിയോ? നമ്മുടെ അണ്ണാൻ്റെ കുട്ടീനെ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത കേട്ടോ. അമ്മൻ്റെ കൂട്ടിൽ നമ്മൾ കയറി ഇതാ പുറത്തേക്ക് എടുത്താണേ. ഇതാ ആയിഷ് എന്താ മഞ്ജു നോക്കി ഇത്ര വലുപ്പമായേ. പിടിച്ചിരിക്കടാ. ആ എങ്ങനെയുണ്ട്? ആ പിന്നെ രോമൊക്കെ നോക്കിയേ എന്ത് സോഫ്റ്റ്. അതുപോലെ നല്ല രണ്ട് കളറായിട്ടുള്ളത് കേട്ടോ. ഈ കയറി ഞാൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കടിക്കുന്നുണ്ട്. പക്ഷേ പല്ലൊന്നും വന്നിട്ടില്ല, കാര്യമായിട്ട് അങ്ങനെ പരിക്കൊന്നും പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമായിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ, പുറം ലോകം കാണുന്ന ആദ്യമായിട്ട്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് കൂട്ടിൻ്റെ ഉള്ളിലെ പുറം ലോകം കാണിക്കലുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഇങ്ങനെ പെറ്റ് സ്റ്റേഷൻ കാണുന്ന ആദ്യമായിട്ടാണ്. നല്ല ഉണ്ടല്ലേ, വെക്കാൻ തോന്നുന്നില്ല. എന്ത് സോഫ്റ്റ് എന്നറിയോ, ഭയങ്കര ഇങ്ങനെ വെൽവെറ്റ് പോലെ ഉണ്ട്. എല്ലാവരും വിചാരിക്കും നമുക്കിത് കയ്യിൽ തന്നെ എടുത്തിട്ട് നമുക്ക് പെറ്റാക്കി ഇണക്കി വളർത്തിക്കൂടെ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ വളർത്തണ്ട, നമ്മൾ ഏതായാലും കയ്യിൽ വെച്ച് കൊടുക്കുക. ഇതാ ഏച്ചിമാരിൽ നോക്കുന്നുണ്ട്, കണ്ടോ, കണ്ടില്ലേ? അമ്മ കൊണ്ടുവരുന്നല്ലോ കണ്ടിട്ടു, ഇങ്ങനെ അടുത്ത് കണ്ടിട്ടില്ലല്ലോ. കയ്യിലെടുത്ത് വളർത്തണോ? നല്ലാന്നല്ലേ, എനിക്കും ആഗ്രഹമുണ്ട്. ലാസ്റ്റ് ഇത് കയ്യിലെടുത്ത് വളർത്തലുണ്ട്.
ഓക്കെ, എന്തായാലും അമ്മൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അഥവാ അമ്മ എന്തെങ്കിലും നോക്കാണ്ട എന്തെങ്കിലും അങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലെടുത്ത് വളർത്താം. ഓക്കെ, അമ്മ അവിടെ നോക്കുന്നുണ്ടേ. എൻ്റെ മോനെ ബേജാറായിട്ട് നിൽക്കുന്ന എന്നെ കടിക്കുകയും ചെയ്തേക്കല്ലേ. ഓക്കെ, എൻ്റെ കൂടായി നിങ്ങളുടെ പാടായി. അപ്പോൾ നമ്മളിതാ ഇത് ഇങ്ങനെയാണ് നമ്മളിത് അടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ടോപ്പാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കൂട് ഡിസൈൻ ചെയ്തത് കേട്ടോ. ഫുള്ള് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നൊന്നും അത് തുറക്കുന്നതെന്ന് തന്നെ മനസ്സിലാവില്ല, അങ്ങനെ ഫിറ്റായിട്ട് നിന്നോളും. ഓക്കെ, അണ്ണാൻ്റെ അമ്മ കുറച്ച് ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. ആ കൊണ്ടുവച്ചേ, കൂട്ടിക്കയറി നോക്കാല. അവിടെ പോയി നോക്കുന്നു, ആ കുട്ടിയെ കാണാനായിട്ട് നോക്കുന്നു. അവിടെ സ്വന്തം കൂട്ടി പോയി നോക്കടാ. ആ കൂട്ടി പോയി നോക്കുന്നവരെ ഒരു സമാധാനം ഇല്ല, ഫുള്ള് തിരഞ്ഞു നടക്കുന്നുണ്ട്. ഇതാണ്ടാണ് നമ്മൾ എടുക്കാത്തത്. പുറത്തേക്ക് എടുത്താൽ ഇതാ പ്രശ്നം. നമ്മളിപ്പോൾ വളർത്തുമ്പോൾ ഈ 2-3 ദിവസം ഇതിങ്ങനെ ഡിപ്രഷനായിട്ട് നടക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ കയ്യിലെടുത്ത് വളർത്താത്തത് കേട്ടാ. നോക്കട്ടെ, കൂട്ടി കയറി ഒന്ന് നോക്കട്ടെ. അതാ 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 കയറടാ, ഉള്ളിലുണ്ട്. ഉള്ളിലേക്ക് നോക്ക്. ആ, ആള് പുറത്തേക്ക് വന്ന് നോക്കി, അതാ പോകാനേ. ആ, പ്രശ്നമൊന്നുമില്ല. എടാ, ആ കുട്ടിക്ക് ഒരിക്കൽ പുറത്തിറക്കുമ്പോഴേക്ക് പുറത്തേക്ക് വരാനുള്ള തോന്നൽ വന്നെന്ന് തോന്നിട്ടാ. ഇതൊക്കെ അയ്യോ, അത് കൊള്ളാല. ഇത്രയും ദിവസം നമ്മൾ തല ഇങ്ങനെ കണ്ടിട്ടില്ല, അമ്മ ഇങ്ങനെ എടുത്തോണ്ടിരുന്നതേ കണ്ടിട്ടില്ലു. ആ, ഉള്ളിലേക്ക് ആക്കിയിട്ടാ. അതാ 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 പഠിച്ചോളെ. അമ്മ വിളിച്ച് ഉള്ളി കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ആട്ടെ, ചന്ദ്രന് നമ്മൾ എടുത്ത് കൊള്ളായ വിടുവോ? ആ ഇല്ല, അമ്മൻ്റെ പ്രൊട്ടക്ഷൻ നോക്കിയാ. ആയി വാ, എടുത്ത് ഇല്ല, അതൊന്നും നടക്കൂല മോനെ. അമ്മ ശരിയായ മറ്റേതാണ്. ഏയ്ഷ്, അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല, നീ ഉള്ളിൽ തന്നെ നിന്നാൽ മതി എന്നുള്ള രീതിയാണ് കേട്ടോ യഥാർത്ഥ പോരാളി. ആ ഓക്കെ, അതിനുള്ളിൽ കൊണ്ടുവച്ച് സേഫ് കേട്ടോ. എന്താണെന്നല്ലേ മാതൃസ്നേഹം, വളരെ നന്നായിട്ട്. ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു പേടി ഉണ്ടായിട്ടില്ല, ഇവൻ പുറത്തേക്ക് താഴെ വീണക്കോ എന്നുള്ളൊരു പേടി ഉണ്ടായിട്ടില്ല. ഞാനും ഇങ്ങനെ പഠിച്ചവനെ അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ താഴെ നമ്മൾ മണ്ണ് ഒഴിവാക്കിയിട്ടുള്ളത്, മണ്ണ് ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ചെറിയ ഫംഗസും കാര്യങ്ങളെല്ലാം ഫുഡിൽ വരുന്നത് കൊണ്ട് മണ്ണ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ താഴത്ത് നേരെ വീണെങ്കിൽ ചിലപ്പോൾ ഡാമേജ് പറ്റാൻ ചാൻസ് ഇല്ല, തലയായിട്ട് അടിച്ച് വീണെങ്കിൽ. ആ, അമ്മ മാത്രം വന്നതാ. ഓക്കെ, ആ ബേജാറ് പോയി. നമ്മൾ ശരിക്കും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇതാ. ഐഷ്, അമ്മായി കുഞ്ഞായി സെറ്റ്. സ്കുരലിൻ്റെ വീഡിയോ എല്ലാം കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അതിനെ എടുക്കണോ വേണ്ടതെന്നുള്ള കമൻറ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ചെറിയ പീസ്. അപ്പോൾ കുറേ ആൾക്കാർ എടുത്തോന്നും കുറേ ആൾക്കാർ എടുക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എടുത്ത് വളർത്തി നോക്കാമല്ലേ, ഇങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ഇന്ന് എടുക്കാൻ തീരുമാനിച്ച് ഒന്ന് എടുത്തിട്ട് തന്നെ നമുക്ക് വളർത്താം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ മുന്നേ നമ്മൾ ഷിറ്റ്സുവിൻ്റെ കുട്ടീൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ? അപ്പോൾ ഷിറ്റ്സുവിൻ്റെ കുട്ടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അതുപോലെ ആ വീഡിയോ വന്നപ്പോൾ തന്നെ 2-3 ആൾക്കാർ വന്ന്, പിന്നെ നമ്മളെ വീടില്ല ഒരാളും പിന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറയുമ്പോഴേക്ക് തന്നെ നമ്മളെ കുട്ടികളെല്ലാം ബുക്കിടായി. പക്ഷേ ഞാൻ ഇപ്പോഴേ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഒരു 55 ദിവസമെല്ലാം ആക്കിയതിന് ശേഷം കൊടുക്കുക. ഇപ്പോൾ 39 ദിവസമേ ആയിട്ടുള്ളൂ, അല്ല 40 ദിവസം, ഇന്നത്തേക്ക് 40 ദിവസമായി. അപ്പോൾ ആ സമയം ഒരു 2 മാസത്തിനടുത്താകുമ്പോൾ കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അതേപോലെ നമ്മളെ പൂച്ചനെ കൊണ്ടുപോയി ഹാപ്പി തന്നെ അടുത്ത പൂച്ചയും നമ്മൾ പിന്നെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവരെയും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല തിന്നുറങ്ങൽ തന്നെയാണ് പരിപാടി, ഉറങ്ങിക്കോ കുഴപ്പമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ചെറിയ ചെറിയ ആനിമൽസിനെല്ലാം നിരന്തരമായ ഉപദ്രവം ഇവർക്കൊണ്ടുണ്ട്. അപ്പോൾ ഇവരെ പിന്നെ നമുക്ക് ഇവിടെ വളർത്താനുള്ള യാതൊരു എന്താ പറയുക ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. എന്ന് പറഞ്ഞാൽ 1-2 അനർത്ഥങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ജീവികളെ പുറത്ത് വിടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും നമ്മുടെ ചെറിയ മൈക്രോസ്ക്യൂരൽ ഇതിനെല്ലാം പോയിട്ട് എങ്ങനെയെങ്കിൽ കൂടുതലും തള്ളിയിട്ട് അങ്ങനെ എടുക്കാനുള്ളൊരു ടെൻഡൻസി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവരെ കൊണ്ട് നമുക്ക് ഇല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരെ ഒഴിവാക്കാൻ തന്നെ നമുക്കിവിടെ എന്തായാലും പറ്റില്ല. നമുക്ക് കേജ്ഡ് ആനിമൽസേ ഇവിടെ പറ്റുള്ളൂ, തുറന്നു വിടുന്നത് എന്തായാലും പറ്റില്ല. നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ നേരത്തെ റാമോസ് ഇവിടെ വന്നിട്ട് നോക്കുന്നുണ്ടേ. ഓക്കെ, റാമോസ് നോക്കുന്നതാണ് രസം. അങ്ങോട്ട് കാണിച്ചോ എന്നെ കാണാത്തരവും മേലേക്ക് കയറും കണ്ടാ.
ഓനെ ഞാൻ ഇങ്ങനെ നിന്നാലേ കാണുള്ളൂ, ഇപ്പുറം നിന്നാലേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തല പുറത്തേക്ക് തന്നെ ഇടുന്നു. നോക്കിയേ ഇവിടെ റമോസ്, അതാ നോക്കിട്ടോ ഏതാ ഹൈറ്റ് നോക്കിയേ. ഡാ റാമോസ് ഇതാ കയറിയ ബാ 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 മേല് മേല് ബാ ഇടോ ബാ എന്താ ഗുഡ് ബോയ്. ആ അപ്പോൾ നമ്മൾ ഷിറ്റ്സുവിൻ്റെ പപ്പീനെ കാണിച്ചാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാവരും നമ്മളെ കുട്ടപ്പന്മാരായിട്ടുണ്ട്. അടുക്കടുക്ക് ഇറങ്ങിയൊക്കെയല്ലേ മോനെ. ആയിഷ എന്താ രസമല്ലേ, കൊടുക്കാൻ തോന്നില്ല, എന്താ ചെയ്യുക. ഓക്കെ എന്ത് രസം, എന്ത് രസം നോക്കിയേ, അടിപൊളി. ഓക്കെ എല്ലാവരും ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് കാണിക്കാം, പുറത്തേക്കെല്ലാം ഇറക്കിയിട്ട് കാണിക്കാം. ഓക്കെ എന്നിട്ട് വേണോ നമ്മുടെ പിന്നെ കിവീനെ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ നിർത്തിക്കാൻ. ഓക്കെ അപ്പോൾ അടുത്ത എടാ എല്ലാവരും വരുന്നിട്ടാ, വരും വരും വരും, നമുക്ക് വേറെ വീഡിയോ എടുക്കാനുണ്ട്. എല്ലാ പ്രാവശ്യവും നിങ്ങളെ തന്നെ കാണിച്ചാൽ ശരിയാവില്ല. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സിക്ലെറ്റ്സിന് ഫുഡ് കൊടുക്കണം. അതും കുറേ നാളായില്ലേ കണ്ടിട്ട്. ഇതിന് വേറൊരു സംഭവം കാണിച്ചാൽ ഈ ഫുഡിൻ്റെ പാത്രം പുറത്തുനിന്ന് കാണുമ്പം തന്നെ അവരുടെ റിയാക്ഷൻ ഭയങ്കര രസം. അപ്പോൾ അവിടെ ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അത് കഴിയട്ടെ. ഇത് നമ്മുടെ പിന്നെ കുട്ടികളെ അച്ഛനെ കണ്ടിട്ടില്ലേ, ഇതാ നമ്മളെ മീനിനെ കണ്ട, ഇതാ നോക്കിയോ, ഒന്നുമില്ലല്ലോ, വലിയ അനക്കൊന്നുമില്ലല്ലോ. പക്ഷേ ഈ പാത്രം കണ്ടാൽ നോക്കിയാൽ ഡബ്ബ കണ്ടു കഴിഞ്ഞാൽ കണ്ടാ എല്ലാവർക്കും മനസ്സിലായി ഫുഡ് കൊടുക്കാനാന്ന്. ഇപ്പോൾ നല്ല രസമാണ് അത് കാണാൻ. ഇത് ഭയങ്കര ടാങ്ക് തന്നെയാണ്. വാട മക്കളെ, അങ്ങനെ കാണുമ്പോൾ അധികം തോന്നുന്നില്ലല്ലേ, മേലുവരെ വെള്ളമൊക്കെ. എന്താ കുഞ്ഞുങ്ങളുണ്ടായി കുറേ, എന്താ അങ്ങനത്തെ കുറച്ച് കുട്ടികളുണ്ട്. പിന്നെ അധികം ഇവർ തന്നെ തിന്നു. വളരെ ഇപ്പോൾ ഒരു 100 എണ്ണത്തിനെ പ്രസവിച്ചെങ്കിലുണ്ടല്ലോ, ഇത് അവിടെ എല്ലാം ഉണ്ടോ, ഒരു 2-3 എണ്ണേ വലുതായിട്ട് കിട്ടാറുള്ളൂ. ബാക്കി കുറേ എണ്ണെല്ലാം ഇവർ തന്നെ തിന്ന് തീർക്കും. ആ കഴിച്ചോ 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 കഴിച്ചോ. ഓക്കേ ഓക്കെ അല്ലേ, സെറ്റല്ലേ. ഇനി ഇങ്ങോട്ടേക്ക് വാ. അതേപോലെ നമ്മളെ പിന്നെ സ്നാപ്പിംഗ് ടേർട്ടിലിന് നമ്മൾ അക്വേറിയം ആക്കണോ എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. നമ്മളൊരു വലിയ ഇതിലേക്ക് തുറന്നു വിടേണ്ട പരിപാടി തന്നെയാണ് ഉള്ളത് കേട്ടോ. അതേപോലെ ഇതെന്താ ചെറിയ മനക്കട്ടിയില്ലാത്തവർ നോക്കരുത്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ പാക്മാനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പാക്മാനെ ഫീഡ് ചെയ്യുന്നത് എങ്ങനെ ഫീഡ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന നോക്കിയേ. ഇപ്പോൾ എടുക്കൂലെങ്കിൽ നമ്മളെന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായി തുറന്നിട്ട് ഇട്ട് കൊടുക്കും. ഇതന്നെ പരിപാടി. അങ്ങനെ നോക്കിയോണ്ടത് ഇത്രത്തോളം ആയതേ. എല്ലാ പ്രാവശ്യവും ഇവർ കഴിക്കുമോ നമ്മൾ ടെസ്റ്റ് ചെയ്യും കേട്ടോ. കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഏലില്ല കേട്ടോ, നമ്മൾ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഓ കൈക്കല്ല അടിയിട്ട് ബ്ലഡ് വന്നിട്ടുണ്ടോ? ഇതല്ലേ ഭാഗമാണ്. കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. അത് പ്രോപ്പറായി എനിക്കുണ്ടല്ലോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ കറക്റ്റ് സ്പേസിൽ കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇതിന് കൊടുക്കൽ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, ഇന്ന് മര്യാദയ്ക്ക് എടുത്തില്ല. ഒരു കാര്യം ചെയ്യും, മറ്റോനിക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ സാധാരണ നമ്മൾ ചിക്കനും വേംസും അതുപോലെ കുറച്ച് ചെറിയ മൈസാണ് നോർമലി കൊടുക്കുന്നത്, പിങ്കീസ്. പക്ഷേ നോർമലി പെട്ടെന്ന് എടുക്കും, ഇന്നെന്താണെന്നറിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നാളെ മറ്റന്നാളായിട്ട് ഫീഡ് ചെയ്യാം. പക്ഷേ വീഡിയോയിൽ നമുക്കിപ്പോൾ കാണിക്കണ്ടേ.
അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ പാക്മാൻ കൊടുത്തു നോക്കാം. ഓക്കെ, ഇത് ഭാഗ്യമുണ്ടെങ്കിൽ, ഭാഗ്യമില്ലെങ്കിൽ ഇതും കിട്ടില്ല. അത് ചില സമയത്ത് അങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിക്കുന്ന കാര്യം ചില സമയത്ത് കറക്റ്റ് നടക്കില്ല. പിന്നെ അതിൽ നമുക്ക് വീഡിയോ കാണിക്കാനൊരു കുറവുണ്ടല്ലോ ആ സംഭവത്തിന്. ഇതിനാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. എടുക്കടാ. ആദ്യം ഒന്നിങ്ങനെ വെച്ചിട്ട് നോക്കാം കഴിക്കുമോ എന്നുള്ളത്. രണ്ടാൾക്കും ഫോഴ്സ് ഫീഡിങ്, അതാ ഭയങ്കര വിറ്റ്. ആ കണ്ണെല്ലാം തുറന്ന് നോക്കാം. അത് കറക്റ്റ് എടുത്തിന് കേട്ടോ. അപ്പോൾ ഇവൻ തിന്നാൻ തുടങ്ങി ശരിക്കും. ഫോഴ്സ് ഫീഡ് ചെയ്യാൻ അല്ല, മറ്റേത് ചെയ്യാണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ ഫുഡ് എടുത്ത്. നമ്മളെപ്പോഴും തുറന്നിട്ട് തന്നെ കൊടുക്കുന്നതാണ്, എന്നാലും വെറുതെ ഇന്ന് അടുത്ത് വെച്ച് നോക്കിയതാണ്. അപ്പോൾ കറക്റ്റ് എടുത്തിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. കഴിക്കടാ. മീശ വെച്ച പോലെ ഉണ്ടല്ലേ പുറത്തേക്ക്. ആഫ്രിക്കയിൽ നിന്ന് വന്ന തവള. ഓക്കെ, അത് ഇത്രയും നോർമലി നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കില്ല. മറ്റവൻ എന്താണെന്നറിയില്ല, പ്രോപ്പറായിട്ട് എടുത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് നമ്മളെ പാമ്പിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകും അല്ലേ. നമ്മുടെ ഗ്രീൻ ട്രീ പൈത്തനെ കണ്ടിട്ട് കുറേ നാളെ. അപ്പോൾ ഗ്രീൻ ട്രീ പൈത്തൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. വലിപ്പം കൂടിനോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരണേ. അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടല്ലേ എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ടല്ലോ നമുക്ക് രാവിലെ കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ മൈക്കിൾ കുട്ടൻ. ഓക്കെ, കയ്യിലെടുക്കണോ? വാ 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 വാ. ഇല്ല, കയ്യിലെടുക്കാൻ പാടില്ല. കഴുത്തിൽ കഴുത്തിൽ കഴുത്തിൽ. എന്താ കയ്യിൽ കൊടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ചില സമയത്ത് ഈ ആൾക്കാർക്ക് പെട്ടെന്ന് ആദ്യത്തെ ആവേശമുണ്ട്, പെട്ടെന്ന് ചിലപ്പോൾ അനങ്ങി കഴിഞ്ഞാൽ പേടിച്ചിട്ട് നിലത്തിടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പാമ്പിനായിരിക്കും കയ്യിൽ കൊടുക്കാത്തത്. കഴുത്തിലിട്ട് തരാം. വാ 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 വാ. ഒന്നും ചെയ്യൂല. ഓക്കെ, വാ. ആ ആ ഓക്കെ. ആ, പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ കാണാറുണ്ടോ? പെറ്റ് സ്റ്റേഷൻ ചാനൽ അറിയോ? പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ എന്നിട്ടൊരു ചാനലുണ്ട്, അതിൽ നിൻ്റെ വീഡിയോ വരും കേട്ടോ നാളെ. ഓക്കെ, അടിച്ച് നോക്കിയാൽ മതി, പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ കേട്ടോ. ഓക്കെ, അതിൽ വീഡിയോ കാണാം. മോൻ്റെ പേരെന്താ? ലിയോൺ. എന്തേ? ആ അല്ല പിന്നെ. ഓക്കെ, ഇതാ എടാ, ഇതിനിങ്ങനെ എടുത്തത് കണ്ടിട്ട് വേറെ നാട്ടിൽ കാണുന്ന പാമ്പിനൊന്നും പോയിട്ട് എടുക്കാൻ പാടില്ല കേട്ടാ. ആ, ഇത് വേറെ. ഓക്കെ, അതിനോട് ചെന്നാണ്. അത്യാവശ്യം സൈസായല്ലേ? ഇല്ല, ഇത് വിഷമില്ലാത്തതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പാമ്പൊക്കെ വിഷമുള്ളതാണ്, അതുകൊണ്ട് പോയിട്ട് പിടിക്കാനൊന്നും പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. ഇതുണ്ടാ, നമ്മൾ വീഡിയോ എടുത്തിട്ട് തിരിയുമ്പം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുമിച്ച് തന്നെ. എവിടെ നിന്നായിരുന്നു? അബുദാബിയിൽ നിന്ന് വരുന്നത്. നിങ്ങളെല്ലാം അബുദാബി തന്നെ? തളിപ്പുറം അല്ലേ? ചെമ്പേരി. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നാളത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങളെയും കൂടി കാണാം. ഓക്കെ, അപ്പോൾ പരിചയപ്പെട്ട സന്തോഷം. ഓക്കെ.